രൂപയാണ് സ്റ്റാർട്ടിംഗ് റേഞ്ച്. LED TV അല്ലേ? എല്ലാ റൂമിലും നമുക്ക് വേണമെങ്കിൽ ഒരു TV വാങ്ങിച്ചു വെക്കാനായിട്ട് സാധിക്കും അല്ലേ? അപ്പോൾ ഈ കാണുന്നത് പാർട്ടി സ്പീക്കേഴ്സ് ആണ് കേട്ടോ. പാർട്ടി സ്പീക്കേഴ്സിന്റെ പല പല രീതിയിലുള്ള ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഈ ഒരു ഷോപ്പിൽ നമുക്ക് അവൈലബിൾ ആണ്. ഒരു 7 വർഷം കഴിഞ്ഞ് ഒരു കംപ്ലൈന്റ് ആയി നിങ്ങൾ ഈ ഒരു TV തിരിച്ചു കൊണ്ടുവന്നാലും ഇവരത് റിപ്പയർ ചെയ്ത് ഓക്കെ ആക്കി തരാനുള്ള ആ ഒരു അല്ലെ ഒരു സർവീസ് ഫെസിലിറ്റി ഇവരിവിടെ ഒരുക്കുന്നുണ്ട്. താഴെയിട്ട് പൊട്ടിക്കാന്നൊക്കെ പറഞ്ഞ ഒരുപാട് വീഡിയോ വരുന്നുണ്ട്. ഏത് TV പറഞ്ഞാലും താഴെ പൊട്ടിപ്പോകും. ഇത് ആ വീഡിയോക്ക് ചുമ്മാ ആൾക്കാരെ അട്രാക്ട് ചെയ്യാനുള്ള വീഡിയോ കാണാൻ വേണ്ടിട്ട് താഴെ ഇടുന്നു. ലാസ്റ്റ് വീഡിയോ പൊട്ടിയിട്ടില്ല എന്ന് കാണിക്കുന്നത് ഏത് TV പറഞ്ഞാൽ താഴെ പൊട്ടിപ്പോകും. അപ്പൊ ഇന്നൊരു കിഡിലൻ LED TV ബ്രാൻഡാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത് കേട്ടോ. നമ്മുടെ എറണാകുളം ഇലക്ട്രോണിക് സ്ട്രീറ്റിൽ സ്ഥിതി ചെയ്യുന്ന മോഡേൺ ഇലക്ട്രോണിക്സിന്റെ ലിമോർ എന്ന് പറയുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള LED TV ആണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയൊരു ഇലക്ട്രോണിക് മാർക്കറ്റാണ് നമ്മുടെ ഇലക്ട്രോണിക് സ്ട്രീറ്റ് കേട്ടോ. A to Z ഇലക്ട്രോണിക് ആക്സസറീസും നമുക്ക് ഇവിടെ ലഭ്യമാണ്. അപ്പോൾ അവിടെയുള്ള മോഡേൺ ഇലക്ട്രോണിക്സിലാണ് നമ്മുടെ ഈ ഒരു TV വിൽപ്പന നടത്തുന്നത് കേട്ടോ. TVകൾ മാത്രമല്ല, ഹോം തിയേറ്റേഴ്സ്, ഹോം പ്രൊജക്ടേഴ്സ് വരെ നമുക്ക് ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ്. ഇത് നമ്മുടെ എറണാകുളത്തുള്ള ഇലക്ട്രോണിക് സ്ട്രീറ്റ് ആണ്. എറണാകുളത്ത് വെച്ചാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് മാർക്കറ്റ് ആണ്. അതായത് ഇപ്പൊ കോയമ്പത്തൂർ പോകണോ അല്ലെങ്കിൽ ഡൽഹിയിലുള്ളവ അത്രയില്ല. എന്നിരുന്നാൽ പോലും ഇലക്ട്രോണിക്സ് സംബന്ധമായ എന്ത് സാധനങ്ങളും ഏറ്റവും വില കുറവിലും എല്ലാ തരം സ്പെയർ പാർട്സുകളോ എന്ത് സാധനങ്ങളും കിട്ടുന്ന ഒരു ഇടമാണ്. ഒരു 150 ഷോപ്പുകൾ ഉണ്ട്. ഓക്കെ, എറണാകുളം ഇലക്ട്രോണിക് സ്ട്രീറ്റിലുള്ള മോഡേൺ ഇലക്ട്രോണിക്സിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇവിടെ A to Z ഈ പറയുന്ന പോലെ ഇലക്ട്രോണിക് ഐറ്റംസും നമുക്ക് അവൈലബിൾ ആണ്. ഈ വീഡിയോയിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ LED TVs ആണോ കാണിക്കാൻ പോകുന്നത്. മനോജ് സാറേ, ഹായ്, വെൽക്കം ടു ദി വീഡിയോ. അപ്പൊ ഇതാണല്ലേ നമ്മുടെ ഷോപ്പ്. ഇതൊക്കെയാണ് നമ്മുടെ TVസിന്റെ കളക്ഷൻ അല്ലേ? ഇപ്പൊ ഡിസ്പ്ലേ കുറച്ചിട്ടുള്ളൂ. നമുക്ക് സ്ഥലപരിമിതി ഉള്ളതാണ് ഡിസ്പ്ലേ കുറച്ചിട്ടുള്ളൂ. നമ്മൾ സ്റ്റോക്ക് എന്ന് വെച്ചാൽ ഇതൊന്നുമല്ല, സ്റ്റോക്ക് അതിനകത്ത് കൂടുതലുണ്ട്. വെക്കാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ വെക്കാത്തത്. കുറച്ച് ടീം ഡിസ്പ്ലേ ഇട്ടിട്ടുള്ളൂ. ഏകദേശം 20 വർഷത്തിന് മേലെ പാരമ്പര്യം ഈ ഒരു ഷോപ്പിന് എറണാകുളത്തും അല്ലെങ്കിൽ ഇലക്ട്രോണിക് സ്ട്രീറ്റിലും ഉണ്ട് അല്ലേ? ഏകദേശം 20 വർഷം നമ്മളിവിടെ ഉള്ളത്. പിന്നെ എന്ന് വെച്ചാൽ നമ്മളിവിടെ നമ്മളെ ഏറ്റവും മെയിൻ ഇമ്പോർട്ടന്റ് നമ്മൾ കസ്റ്റമറോട് സാധനം മേടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ 1 year വാറന്റിയോ 2 year വാറന്റിയോ അല്ലെങ്കിൽ എന്ത് കൊടുത്താലും അത് കഴിഞ്ഞിട്ട് അവനൊരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ നമ്മളെ സമീപിച്ചാല് നമ്മൾ അതിന് റെസ്പോൺസ് കൊടുക്കും. അല്ലാണ്ട് നമ്മളത് കൊടുത്തിട്ട് അത് കിട്ടൂല, പിടിക്കൂല, അത് നിങ്ങൾ അവിടെ കൊണ്ട് കൊടുത്തോന്ന് നമ്മൾ പറയത്തില്ല. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അത് അവരെ മേടിച്ചിട്ട് ചെയ്ത് കൊടുക്കാവുന്നതിന് മാക്സിമം. ഒരു 10 വർഷം കഴിഞ്ഞ സാധനം നമ്മളിവിടെ സർവീസ് സെന്റർ ഉണ്ട്. നമ്മുടെ ഓൺ സർവീസ് സെന്റർ ആണ്. അപ്പൊ എന്തുണ്ടെങ്കിലും നമ്മൾ കമ്പനിയിൽ നിന്ന് സ്പെയർ മേടിച്ചു കൊടുത്തിട്ട് നമ്മൾ ശരിയാക്കി കൊടുക്കും. അത് ആ ഗ്യാരണ്ടി ഉണ്ട്. അത് നമ്മളെ മേടിച്ച കസ്റ്റമർക്ക് എല്ലാവർക്കും അറിയാനും പറ്റും എന്ത് പ്രൊഡക്റ്റ് ആയാലും ശരി. അപ്പൊ പണ്ട് നമ്മൾ അന്ന് വിറ്റ VCD പ്ലെയർ ഇപ്പോഴും ആൾക്കാർ കൊണ്ടുവരാറുണ്ട്. VCD പ്ലെയർ VCD അത് കൊണ്ടുവന്നാലും നമ്മള് ചെയ്ത് കൊടുക്കും. ചിലർക്ക് അത് ഭയങ്കര വാല്യൂബിൾ ആയിരിക്കും. അപ്പോഴും നമ്മൾ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ശരിയായി കൊടുക്കും. അതിന്റെയൊക്കെ സ്പെയർ ഇപ്പോഴും അവൈലബിൾ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ മറ്റൊരു ഒരു TV വാങ്ങിച്ച ഒരു 5 വർഷം കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ സർവീസ് കൊടുക്കും. നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. വേറെ കസ്റ്റമറിന് സർവീസ് കൊടുക്കുന്നില്ല. നമ്മൾ വിൽക്കുന്നതായിട്ട് ചേട്ടൻ പോയി സാധനം എടുത്ത് മേടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഫ്റ്റർ സർവീസ് വന്നാൽ നമ്മൾ ചെയ്ത് കൊടുക്കും. മറ്റുള്ള നമ്മൾ പുറത്തുള്ള സർവീസ് നമ്മൾ ചെയ്യുന്നില്ല. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ടിവിയിലേക്ക് കടക്കാം. അപ്പൊ എത്ര ഇഞ്ച് മുതലാണ് നമുക്കുള്ളത്? TV നമ്മുടെ അടുത്ത് വരുന്നത് 20 ഇഞ്ച് തുടങ്ങിയിട്ട് 85 ഇഞ്ച് വരെയുള്ള TV അവൈലബിൾ ആണ്. 20 ഇഞ്ച് തൊട്ടുണ്ടല്ലേ? സ്റ്റാർട്ടിംഗ് പ്രൈസ് എങ്ങനെയാണ്? സ്റ്റാർട്ടിംഗ് പ്രൈസ് ഒരു ഇതാണ്. നമുക്ക് ബേസ് മോഡൽ വന്ന TV. ബേസ് മോഡൽ അല്ലേ? ഇത് വരുന്നത് 3800 റേഞ്ചിൽ നമുക്ക് കസ്റ്റമർ കൊടുക്കാൻ പറ്റും. 3800 രൂപയാണ് സ്റ്റാർട്ടിംഗ് റേഞ്ച്. LED TV അല്ലേ? 20 ഇഞ്ചിന്റെ TV. അപ്പൊ ഈ ഒരു 3800 രൂപ എന്ന് പറയുകയാണെങ്കിൽ ഓരോ വീട്ടിലും എല്ലാ വീട്ടിലും ഒരു ഓണത്തിന് അല്ലേ എല്ലാ റൂമിലും നമുക്ക് വേണമെങ്കിൽ ഒരു TV വാങ്ങിച്ചു വെക്കാനായിട്ട് സാധിക്കും അല്ലേ? ആ ഒരു കോൺസെപ്റ്റിലേക്കാണ് കേട്ടോ ഇവര് എന്താ പറയുക ഒരു ബിസിനസ് കൊണ്ടുവരുന്നത്. ഈ കാണുന്ന LED TV സ്പീക്കേഴ്സ് ഒക്കെ ആണല്ലേ? ലോക്ക്ഡൌൺ സമയത്ത് ഈ മറ്റേ ഓൺലൈൻ ക്ലാസ്സിന്റെ സമയത്ത് നമ്മളൊരു 10,000-4000-3000 TV ആ സമയത്ത് ഈ പാവപ്പെട്ട പിള്ളേർക്ക് TV ഇല്ലാത്തവർക്കൊക്കെ ഈ സംഘടനകളും മറ്റൊക്കെ നമ്മുടെ നിന്ന് മേടിച്ചു കൊടുത്തിട്ടുള്ള അന്ന് ഇഷ്ടംപോലെ നമ്മൾ TV കൊടുത്തിട്ടുള്ളതാണ് ആ സമയത്ത് ലോക്ക്ഡൌൺ കഴിഞ്ഞ സമയത്ത്. ഈ റേഞ്ചാണ് എല്ലാ വീട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഘടനകളും പാർട്ടിക്കാരും അവരൊക്കെ എടുത്ത് കൊടുത്തിട്ടുള്ളതാണ്. നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു മോഡലാണ് അല്ലേ? 24 ഇഞ്ച് 24 ഇഞ്ച് TV ആണല്ലേ? ഓക്കെ, ഫൈൻ. ഇതിന് എത്രയാണ് വില നമുക്ക് വരുന്നത്? 24 ഇഞ്ച് വരുമ്പോ 6200 ആ റേഞ്ച് വരും. 6200 രൂപ. ഇത് സ്മാർട്ട് ആണോ? നോർമൽ TV. സ്മാർട്ടും ഉണ്ട്. ഇതിന് സ്മാർട്ടും ഉണ്ട്. സ്മാർട്ടിലേക്ക് വരുമ്പോൾ എന്ത് പ്രൈസിലാണ്? സ്മാർട്ടിലേക്ക് വരുമ്പോൾ 1000 rupees എക്സ്ട്രാ. 1000 രൂപയുടെ വ്യത്യാസങ്ങളൊക്കെ വരുന്നുള്ളൂ അല്ലേ? ഓക്കെ. പിന്നെ ഇതിനകത്ത് വെച്ചാൽ ഓരോ ടിവിയുടെ ഇപ്പൊ എല്ലാ TV എന്ന് പറയുന്നത് ഓരോ പാനലുകൾ ഉണ്ടല്ലോ. അതിന്റെ മെയിൻ അതിന്റെ നോക്കേണ്ട സ്ക്രീനാണ്. ആ സ്ക്രീൻ പല ക്വാളിറ്റി വരുന്നുണ്ട്. ഇപ്പൊ 32 ഇഞ്ചിൽ തന്നെ
HKC, CSOT അങ്ങനെ പറഞ്ഞ ഒരുപാട് ബ്രാൻഡ് ഉണ്ട്, പാനലുണ്ട്. അതിനകത്ത് തമ്മിൽ ഭേദം എന്ന് വെച്ചാൽ LG പാനലും BOE എന്ന് പറഞ്ഞ IPS പാനലും ആണ് അതിന്റെ മെയിൻ ക്വാളിറ്റിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തത്. അതിലാവുമ്പോൾ നമുക്കൊരു മിനിമം ഒരു 4-5 വർഷം കംപ്ലൈൻസ് ഇല്ലാണ്ട് പാനൽ ഓടിക്കൊടുക്കും. ഈ കുറഞ്ഞ പാനൽ നമ്മൾ ഇടുമ്പോൾ വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യും. പിന്നെ അത് ഗ്രേഡ് ഉണ്ട്, 4 ഗ്രേഡ് ഉണ്ട് പാനലിൽ. അപ്പൊ A ഗ്രേഡ് പാനൽ എന്ന് വെച്ചാൽ ഒരു മൈന്യൂട്ടായിട്ടുള്ള ഈ പരസ്യം കൊടുക്കൂല ആൾക്കാർ, 5990, 4990 പരസ്യം കൊടുക്കുക വെച്ചാൽ അതിനകത്ത് എവിടെയെങ്കിലും മൈന്യൂട്ടായിട്ട് ഡോട്ട് നമ്മൾ കാണൂല. പക്ഷെ അത് ഒരു 6 മാസം 1 വർഷം കഴിയാൻ നേരത്ത് പയ്യെ കയറി വന്നിട്ട് കംപ്ലൈന്റ് ആയി പോകും. പക്ഷെ അവര് ഫ്രീ വില കുറച്ച് കൊടുക്കണതാണ്. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന TV നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ നാളെ കൊണ്ടിട്ട് ചേട്ടൻ ഞങ്ങൾ അന്ന് മേടിച്ചാണ്. ഇവിടെ വന്നൊക്കെ സാധാരണ കസ്റ്റമറാണ്, ഹൈ ക്ലാസ് കസ്റ്റമറെക്കാട്ടും കൂടുതൽ സാധാരണ കസ്റ്റമറാണ്. അപ്പൊ ഇവർക്ക് നമ്മൾ കൊടുത്തു കഴിയുമ്പോ ആ സാധനം നമ്മൾ സർവീസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ വില മാത്രം ഒപ്പിച്ച് നമ്മൾ സാധനം കൊടുക്കുന്നില്ല. ഇതെന്ന് വെച്ചാൽ ഇതാണ് IPS പാനൽ എന്ന് പറഞ്ഞ പാനൽ. ഇതെന്ന് വെച്ചാൽ കുറഞ്ഞ പാനൽ, ഞങ്ങൾ ഡിസ്പ്ലേ ഇട്ട് കസ്റ്റമർ അറിയിക്കാൻ വേണ്ടി. ഇതെന്ന് വെച്ചാൽ ഇത് കുറഞ്ഞ പാനലാണ്, ഇത് ഡിസ്പ്ലേയിൽ വേണ്ട. അപ്പൊ ഇത് നമുക്ക് അഴിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ ഡിസ്പ്ലേ ഇട്ടാണ്. അപ്പൊ അവിടെ പറയും നമ്മൾ എടുക്കാൻ നേരത്ത് കസ്റ്റമർ പറയും ഇത് കുറഞ്ഞ റേഞ്ചിലുള്ളതാണ്, മറ്റേത് കൂടിയ മോഡലാണ്, എടുക്കുമ്പോൾ ഡ്യൂറബിലിറ്റി കൂടിയതായിരിക്കും പറഞ്ഞാൽ കൊടുക്കുന്നത്. നമുക്ക് ഭാവിയിൽ ഒരു പ്രശ്നങ്ങളോ LG പാനലാണ് നമ്മൾ 32-ലും 43-ലൊക്കെ ഉപയോഗിക്കുന്ന LG പാനൽ, 50-ലൊക്കെ ഉപയോഗിക്കുന്ന LG ആണ്. LGക്ക് ടോട്ടൽ ചെയ്ത് സർവീസുകാർക്ക് അറിയാൻ പറ്റും ഒരു കംപ്ലൈന്റ് ഇഷ്യൂ കുറവാണ്. ഈ തമിഴ്നാട് ഭാഗങ്ങളിലൊക്കെ ഒരുപാട് ടിവികൾ ഇപ്പൊ കേരളത്തിലേക്ക് വരുന്നുണ്ട്. സാർ ഇത്രയും വർഷം ഇതിൽ നിൽക്കുന്നതുകൊണ്ട് സാറിന് അതിനെ കുറിച്ചൊക്കെ പറയാൻ വെച്ചാൽ അവരിപ്പോ ഒരു ബൂം ചെയ്യാനുള്ള പരിപാടിയാണ്. ചേട്ടന്റെ വീഡിയോ ഉണ്ടല്ലോ, അതെന്ന് വെച്ചാൽ ഒരു 3 വർഷം ഒരിക്കലും നടക്കാത്ത സംഭവമാണ്. 3 വർഷം ഗ്യാരണ്ടി പറയാം, അല്ലെങ്കിൽ 5 വർഷം ഗ്യാരണ്ടി പറയാം. പക്ഷെ 3 വർഷം റീപ്ലേസ്മെന്റ് വാറണ്ടി എന്ന് പറഞ്ഞാൽ ഒരു TV മേടിച്ചു, ഒരു സ്പീക്കർ കംപ്ലൈന്റ് ആയി, ആ TV കൊണ്ടുവന്നിട്ട് TV റീപ്ലേസ് ചെയ്യണം ഒരു വർഷം കഴിയുമ്പോൾ. ഈ 1 വർഷം കഴിഞ്ഞ് റീപ്ലേസ് ചെയ്യുന്ന TVക്ക് സ്പീക്കറെ പ്രശ്നമുള്ളൂ, നിലവിൽ സ്പീക്കറെ പ്രശ്നമുള്ളൂ. അതിന്റെ പാനൽ യൂസ് ഇത്ര വർഷം, ഒരു 1.5 വർഷം യൂസ് ചെയ്ത TV ആണ്. ഈ പുള്ളി ആ TV കളയില്ല. ഇവരെന്ത് ചെയ്യും, റീഫർബിഷ് ചെയ്യും. അതിന്റെ സ്പീക്കർ മാറ്റി പെട്ടിയൊക്കെ മാറ്റി പുത്തനാക്കിയിട്ട് അടുത്ത കസ്റ്റമർക്ക് പുതിയതായിട്ട് വെക്കും. അപ്പൊ ആ മേടിക്കുന്ന ആൾക്ക് കിട്ടുന്നത് സെക്കൻഡ്സ് ആണ് കിട്ടുന്നത്. പുതിയ ഒരാൾ TV മേടിക്കണ ആൾക്ക് കിട്ടുന്നത് സെക്കൻഡ് ഹാൻഡ് TV ആണ്. 1 വർഷം മറ്റാൾ ഉപയോഗിച്ച TV ഇയാൾ അറിയുന്നില്ല. അങ്ങനെ. പക്ഷെ അതൊരിക്കലും പ്രാക്ടിക്കൽ അല്ലോ. എത്ര വലിയ ഇന്റർനാഷണൽ കമ്പനികൾ പോലും അങ്ങനത്തെ പരിപാടി ചെയ്യാറില്ല. സർവീസ് കൊടുക്കാം, നിങ്ങൾക്ക് 5 വർഷം സർവീസ് കൊടുക്കുക, നോ പ്രോബ്ലം. പക്ഷെ ഈ റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞ സംഭവം പണ്ട് ഇവിടെ ഒരു വിൻവർത്ത് ബ്രാൻഡ് ഉണ്ടായിരുന്നു, കേട്ടോ? ആ വിൻവർത്ത് എന്ന് വെച്ചാൽ ലൈഫ് ടൈം വാറണ്ടി കൊടുത്തത്. ലൈഫ് ടൈം വാറണ്ടി കൊടുത്തത് എന്നിട്ട് ഇന്ന് അവർ അഡ്രസ് പോലും ഇല്ല. അവര് ക്ലോസ് ചെയ്തു പോയി, കാരണം അത് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ അന്നാലും അവര് റീപ്ലേസ്മെന്റ് വാറണ്ടി എന്നൊക്കെ പറഞ്ഞ് ആളുകളെ ചുമ്മാ ആൾക്കാർ കാണുമ്പോ റീപ്ലേസ്മെന്റ് മറ്റുള്ള ഒരു കടയിൽ ചെന്ന് ഏത് അപ്ലയൻസ് ഷോപ്പിൽ ഏത് സോണി മേടിക്കാൻ ചെന്നാലും ഏത് വലിയ ബ്രാൻഡ് ചെന്നാലും അതിന് റീപ്ലേസ്മെന്റ് വാറണ്ടി ഇല്ല, സർവീസ് വാറണ്ടി ഉള്ളൂ. ഇവര് റീപ്ലേസ്മെന്റ് വാറണ്ടി പറയണത്. പക്ഷെ അത് എന്തോരം പ്രാക്ടിക്കലായി നല്ല കാര്യം. നല്ലതാണ്. പക്ഷെ പ്രാക്ടിക്കലാവുന്ന എന്റെ എക്സ്പീരിയൻസ് തോന്നുന്നില്ല. തീർച്ചയായിട്ടും. പിന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ലേമോർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എറണാകുളത്ത് നമ്മുടെ പള്ളിമുക്കിൽ നമ്മുടെ ഇലക്ട്രോണിക് സ്ട്രീറ്റിലുള്ള ഒരു കമ്പനിയാണ്. നാളെ ഈ ഒരു TVക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നാൽ ധൈര്യപൂർവ്വം ഇവിടെ കൊണ്ടുവരാം. മനോജ് ചേട്ടന്റെ അടുത്ത് നമുക്ക് TV കൊണ്ടുവരാം. ഇദ്ദേഹം ഏകദേശം 10-20 വർഷത്തോളമായിട്ട് ഇവിടെ ഈ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വേറെയാണ്, അവിടെ തന്നെ പോകേണ്ടി വരും. അവരെ റൂൾസ് പറയുമ്പോൾ അവിടെ കൊണ്ടുവന്നാലും റീപ്ലേസ്മെന്റ് പറയണമെന്ന് പറയണം. എനിക്കറിയില്ല, വേറെ ഉള്ള കാര്യം പറയാനല്ല. പക്ഷെ എന്നിരുന്നാലും അത് നടപടിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കിട്ടിക്കഴിഞ്ഞാൽ കസ്റ്റമറെ വായിക്കുന്നു പറയാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു തമിഴ്നാട് ബ്രാൻഡുകൾ TV വാങ്ങിക്കാനിരിക്കുന്ന ആളുകൾ ഈ വക കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയിട്ടുള്ളൊരു അഡ്വൈസ് ആണ് മനോജ് ചേട്ടൻ നമുക്ക് നൽകിയത്. കാര്യം അദ്ദേഹത്തിന് അത്രയും വർഷത്തെ ഒരു പാരമ്പര്യം ഈ ഒരു ഫീൽഡിലുണ്ട്. അപ്പൊ ഇത് നമുക്ക് എത്ര ഇഞ്ചാണ് നമുക്ക് വരുന്നത്? അത് 40 ഇഞ്ചാണ്. 40 ഇഞ്ചാണ് അല്ലേ? 40 ഇഞ്ച് ഫുൾ HD വരുന്നത് ആൻഡ്രോയിഡ് ആണ്. ഇതിലേക്ക് വരുമ്പോൾ ഇത് എത്ര ഇഞ്ചാണ്? 50 ഇഞ്ചാണ്. 50 ഇഞ്ച് ഇപ്പൊ വരുന്നത് ഫ്രെയിംലെസ് ആണ്. ഇതുപോലെ ഫ്രെയിം ഇല്ലാത്ത ടൈപ്പ് ആയിരിക്കും. നമ്മൾ ഡിസ്പ്ലേ ഇട്ടെന്നുള്ളൂ. നേരത്തെ മോഡലാണ്. അത് 1GB റാം ആയിരിക്കും, 1GB 8GB ആയിരിക്കും. ഇതിനൊക്കെ എത്ര പ്രൈസ് റേഞ്ച് വരാനായിട്ട് നമുക്ക് സാധ്യതയുണ്ട്? ഈ ഒരു 50 ഇഞ്ചില് 4K ഉണ്ട്, 2K ഉണ്ട്. 4K വരുമ്പോൾ ഒരു 33 ആ റേഞ്ച് വരും. 2 ഇയർ ഫുൾ വാറന്റി ഉണ്ടാവും, ഇൻക്ലൂഡിംഗ് പാനല് ബോർഡ് എല്ലാം ഉണ്ടാവും. ഫുൾ വാറന്റി ആണ്. ഓൺ സൈറ്റ് സർവീസ് ആണ്. കസ്റ്റമറുടെ വീട്ടിൽ പോയിട്ട് നമ്മൾ ശരിയാക്കി കൊടുക്കും. അങ്ങനെയാണല്ലേ? കസ്റ്റമറുടെ വീട്ടിൽ പോയിട്ട് സർവീസ് ഇൻസ്റ്റലേഷൻ ഉണ്ടാവും, സർവീസും ഉണ്ടാവും. എന്ത് ഇതുണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പർ ഉണ്ട്, അടുത്ത് വിളിച്ചു പറഞ്ഞാൽ കസ്റ്റമർ വീട്ടിൽ പോയി ശരിയാക്കി കൊടുക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടീം മേടിച്ചിട്ട് പോയാലും അവിടെ നിന്ന് നമുക്ക് ഇത് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. വാൾ മൗണ്ടിങ്ങോ ഇത് ചെയ്ത് കൊടുക്കുകയും ചെയ്യും.
ഫ്രണ്ട്സ്, അപ്പോൾ ഈ കാണുന്നത് LGയുടെ വെബ് വോയിസ് TV ആണ് അല്ലേ? ഫീച്ചേഴ്സ് എങ്ങനെയാണ്? LGയുടെ IPS പാനലായിരിക്കും, LGയുടെ ഒറിജിനൽ പാനലായിരിക്കും. ഓക്കെ. സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് LGയുടെ വോയിസ് ആണ്. ഒറിജിനൽ LGയുടെ മാജിക് റിമോട്ട് ആണ് ഉപയോഗിക്കുന്നത്. അതിന്റെ സ്പെഷ്യാലിറ്റി മാജിക് റിമോട്ട് വെച്ചിട്ട് ഇതിപ്പോ നമുക്ക് ഇങ്ങനെ ഉണ്ടോ ഈ കമ്പ്യൂട്ടർ ചെയ്യുന്ന അതേപോലെ തന്നെ TV നമ്മൾ സാധാരണ ഒരു ആൻഡ്രോയിഡ് TV ഓൺ ചെയ്യുമല്ലോ, ഓൺ ചെയ്യുമ്പോൾ ആൻഡ്രോയിഡ് എന്നൊക്കെ ഒരു ഇത് വന്നിട്ട് ബൂട്ടിംഗ് അങ്ങനെ വരുള്ളൂ. ഇച്ചിരി ടൈം എടുക്കും. ഇതെന്ന് വെച്ചാല് ഭയങ്കര ഫാസ്റ്റ് ആണ്. അത് LG നേരത്തെ LGക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അവർ ആ സോഫ്റ്റ്വെയർ പുറത്തേക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഒരുപാട് കമ്പനികൾ ഈ വെബ് വോയിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ വെബ് വോയിസ് ചെയ്ത് LGയുടെ പാനലും കൂടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ കുറച്ചുകൂടി ലൈഫും ക്ലാരിറ്റിയും എല്ലാം കൂടുതലായിരിക്കും. അപ്പൊ ഈ ഒരു ടിവിയുടെ സ്പെക് നമുക്ക് എങ്ങനെയാ വരുന്നത്? ഇതില് 2GB റാം വരുന്നത്, 16GB ഇന്റർണൽ മെമ്മറി വരുന്നുണ്ട്, 2GB റാം വരുന്നുണ്ട്. പിന്നെ 2GB എന്ന് പറഞ്ഞാൽ 2GB ആയിരിക്കും. നമ്മള് ഫ്ലാഷ് ചെയ്യണല്ല. സാധാരണ ഇപ്പൊ ഈ ഫ്ലാഷ് എന്ന് വെച്ചാൽ ഈ സാധാരണ ഇപ്പൊ 32 ഇഞ്ച് ടിവിയില് ആൻഡ്രോയിഡ് TV കൊടുക്കുന്നുണ്ട്. അത് ആൻഡ്രോയിഡ് TV അല്ല, സ്മാർട്ട് TV ആണ്. അതിൽ റാം 512MB റാം ഉണ്ടാവുള്ളൂ. അതൊരു സോഫ്റ്റ്വെയർ വഴി നമുക്ക് അത് 1GB ആയിട്ടോ 2GB ആയിട്ടോ നമുക്ക് കസ്റ്റമർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 1GB എന്നോ 2GB എന്നൊക്കെ കാണിക്കാൻ പറ്റും. പക്ഷെ അത് ഒരിക്കലും നമ്മൾ അതിന്റെ സ്പീഡ് അറിയാൻ പറ്റും. ഇതിപ്പോ നമ്മളിപ്പോ ഈ ഇതുണ്ടല്ലോ സ്പീഡില്ലേ, അത് ഇങ്ങനെ ഇത്തിരി കൂടി സ്ലോയിലാണ് വരുള്ളൂ. ഈ മൂവിയുടെ ഓരോ ആപ്ലിക്കേഷൻ ഓൺ ചെയ്യുമ്പോഴും ബൂട്ടിംഗ് സ്പീഡൊക്കെ കുറവായിരിക്കും. അത് ആക്ച്വലി അതിന് 512MB റാം ഉണ്ടാവുള്ളൂ. അവര് അത് 1GB എന്നുള്ള സോഫ്റ്റ്വെയർ വഴി 1GB 8GB എന്ന് കാണിക്കും. അത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതിനൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആപ്ലിക്കേഷൻ വഴി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം. പക്ഷെ അത് എല്ലാവർക്കും അറിയില്ല. തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ നമ്മൾ TV വാങ്ങിക്കുന്ന ആളുകൾ, അതായത് അൺബ്രാൻഡഡ് ടിവികൾ വാങ്ങിക്കുന്ന ആളുകൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ മനു സാർ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്യുക അല്ലെ? സോഫ്റ്റ്വെയർ ഒക്കെ വെച്ച് ചെക്ക് ചെയ്യുക. ഇതുപോലെ ഒരുപാട് കബളിപ്പിക്കുകൾ അല്ലെ? ഈ ആൾക്കാരെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു 1GB റാമിന്റെ റേറ്റ് പറയുമ്പോൾ 1GB റാമാണെന്ന് പറഞ്ഞ TV കൊടുക്കാൻ നേരത്ത് തൊട്ടപ്പുറത്ത് ഇതിനെക്കാട്ടും 512MB റാം എടുത്തപ്പോ 1000 ചില്ലാന്റെ ഡിഫറൻസ് ഉണ്ട്. ആ ഒരു ബോർഡിനകത്ത് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അത് അവർക്ക് ടീം കുറയ്ക്കാൻ പറ്റും. പക്ഷെ അവരും പറഞ്ഞ 1GB ആണ്, നമ്മളും പറഞ്ഞ 1GB ആണ്. പക്ഷെ അത് 1GB ഉണ്ടാവില്ല. അപ്പൊ ആൾക്കാർക്ക് നോക്കുമ്പോൾ പ്രൈസോടെ കുറച്ച് കിട്ടുന്നത്. പക്ഷെ അത് അറിയണമെങ്കിൽ അതിന് ജസ്റ്റ് TV ഓൺ ചെയ്തിട്ട് ഇപ്പൊ യൂട്യൂബോ അങ്ങനെയൊക്കെ എടുത്ത് ബാക്ക് ഒക്കെ പോകുന്ന നേരത്തെ അറിയാൻ പറ്റും. സ്ലോ ആയിരിക്കും, ഫംഗ്ഷനിങ് സ്ലോ ആയിരിക്കും. നമ്മളിത് 2GB എന്ന് പറഞ്ഞാൽ 2GB ഉണ്ടാവും, 1GB എന്ന് പറഞ്ഞാൽ 1GB ഉണ്ടാവും അല്ലെ? ഓക്കെ. അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ ആ ഒരു എന്താ പറയുക വെബ് വോയിസിൽ വരുന്ന TV അല്ലേ? ഓക്കെ. അപ്പൊ ഇനി നെക്സ്റ്റ് സിസ്റ്റം നമുക്ക് ഏതാണ്? വെബ് വോയിസിൽ തന്നെയാണ് 32 ഇഞ്ച് ആണ്. 32 ഇഞ്ച് അല്ലേ? 32 ഇഞ്ച് തുടങ്ങിയ വെബ് വോയിസ് അവരുള്ളൂ. ഓക്കെ, ഫൈൻ. 32 ഇഞ്ചിന്റെ ഒരു വെബ് വോയിസിന്റെ TV ആണ്. ഇത് ഫ്രെയിംലെസ് TV ആണ്. ഓക്കെ. സ്ക്രീനൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ പറയുന്നത് നല്ല രീതിയിൽ നമ്മൾ കണ്ടോ, നല്ല പ്രഷർ കൊടുത്ത് തട്ടിട്ട് പോലും യാതൊരു താഴെ ഇട്ട് പൊട്ടിക്കാന്നൊക്കെ പറഞ്ഞ ഒരുപാട് വീഡിയോ വരുന്നുണ്ട്. ഏത് TV പറഞ്ഞാലും താഴെ പൊട്ടിപ്പോവും. ഇത് ആ വീഡിയോക്ക് ചുമ്മാ ആൾക്കാരെ അട്രാക്ട് ചെയ്യാനുള്ള വീഡിയോ കാണാൻ വേണ്ടിട്ട് താഴെ ഇടുന്നു. ലാസ്റ്റ് ആ വീഡിയോ പൊട്ടിയിട്ടില്ല എന്ന് കാണിക്കുന്നത്. ഏത് TV പറഞ്ഞാൽ താഴെ പൊട്ടിപ്പോവും 100% ഉറപ്പാണ്. ഇതൊരു ഗ്ലാസ് ആണല്ലോ, ഗ്ലാസ് പൊട്ടിപ്പോവും. ഇവിടെ ഇവര് സെയിൽ മാത്രമല്ല കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഫ്രാഞ്ചൈസി വേണം, നിങ്ങൾക്ക് ഒരു ഫ്രാഞ്ചൈസി ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നിങ്ങളുടെ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു TV നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ട് വിൽപ്പനയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ ഹോൾസെയിൽ വിലയിലും നിങ്ങളിത് പ്രൊവൈഡ് ഡീലേഴ്സിന് സപ്ലൈ ഉണ്ടല്ലോ. ഓൾ കേരള ബേസിസിലുണ്ട്. കാലിക്കറ്റ് നമുക്ക് ഷോപ്പ് ബ്രാഞ്ച് ഉണ്ട്. അപ്പൊ അവിടുന്ന് സപ്ലൈ ഉണ്ട്, പിന്നെ ഇവിടുന്ന് ഉണ്ട്. സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്രയാണ് നമുക്ക്? 32 ഒക്കെ വരുമ്പോ 6000. 32 നോർമലി ആളുകൾ കൂടുതൽ പോകുന്നത് 32 ആണ്. 24 ഉണ്ട്, 24 കൂടുതൽ പോകുന്നത് 32 ആണ് കൂടുതൽ പോകുന്നത്. അപ്പൊ ആ 32 നമ്മൾ ബേസ് മോഡലൊക്കെ ഒരു 6900 തുടങ്ങിയിട്ട് മേലോട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 6900 TV എന്ന് വെച്ചാൽ A ഗ്രേഡ് പാൻ തന്നെ നമ്മൾ ഉപയോഗിക്കണം. അല്ലാണ്ട് ഈ 0 നേരത്തെ പറഞ്ഞു അതുപോലത്തെ കുറഞ്ഞ റേഞ്ച് നമുക്ക് 5500 കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊടുത്തിട്ട് നാളെ ഒരു കംപ്ലൈന്റ് കൊണ്ടാൽ നല്ലത് കുറച്ച് വിട്ടാലും മനസ്സമാതിരിക്കാലോ. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു. തീർച്ചയായും. എത്ര ഇഞ്ച് വരെ നമുക്കുണ്ട്? LED TV നമ്മുടെ അടുത്ത് ഇപ്പോ സ്റ്റാർട്ടിംഗ് റേഞ്ച് 20 ഇഞ്ച് തുടങ്ങിയിട്ട് 85 ഇഞ്ച് വരെ റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ്. 85 ഇഞ്ച് നമ്മൾ സ്റ്റോർ ഡിസ്പ്ലേ ഇട്ടില്ല, ഗോഡൌണിലെ സാധനമുണ്ട്. കാരണം വെക്കാനുള്ള സ്ഥലത്തിന്റെ ബുദ്ധിമുട്ടാണ്. 85 ഇഞ്ച് റെഡി സ്റ്റോക്ക് ഉള്ളതാണ്. അപ്പൊ സർവീസിനാരും ഒന്നും കൂടി നമ്മുടെ ഓഡിയൻസിനോട് പറയുന്ന പോലെ നമുക്ക് സർവീസ് നമ്മളിപ്പോ 2 ഇയർ വാറന്റിയാണ് ഫുൾ വാറന്റി കൊടുക്കുന്നത്. 2 ഇയർ കഴിഞ്ഞിട്ടായാലും 3 ഇയർ കഴിഞ്ഞിട്ടായാലും അപ്പൊ എന്തെങ്കിലും ഇഷ്യൂ വരികയാണെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. സ്പേസ് ഉണ്ടാവും. അതിനകത്ത് ഏറ്റവും ലിമിറ്റഡ് ആയിട്ടുള്ള പൈസ കുറച്ച് റേഞ്ചിൽ എങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റും അങ്ങനെ ചെയ്ത് കൊടുക്കും. ചുമ്മാ അതിനകത്ത് മാറ്റിക്കോന്ന് പറഞ്ഞാൽ പരിപാടി നമ്മൾ ചെയ്യത്തില്ല. ഫ്രണ്ട്സ്, അപ്പൊ LED TV മാത്രമല്ല ടവർ സ്പീക്കേഴ്സും ഹോം തിയേറ്റേഴ്സും ഒക്കെ നമുക്ക് ഈ മോഡേൺ ഇലക്ട്രോണിക്സ് എന്ന ഈ ഒരു സ്ഥാപനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. ഈ കാണുന്നതെല്ലാം നമുക്ക് ടവർ സ്പീക്കേഴ്സിന്റെയും അതുപോലെ ട്രോളി സ്പീക്കേഴ്സിന്റെ ഒക്കെ ഒരു റേഞ്ച് ആണ് കേട്ടോ. അത് മാത്രമല്ല സെബ്രോണിക്സിന്റെ ഒരു ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടർ കൂടിയാണ് നമ്മൾ അല്ലേ?
അപ്പൊ സെബ്രോണിക്സ് ഒക്കെ എന്ത് വിലയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്? സെബ്രോണിക്സ് ഒക്കെ സ്റ്റാർട്ടിംഗ് റേഞ്ച് 3000 തുടങ്ങിയിട്ട് 25,000 ഉള്ള സൗണ്ട് ബാറുകൾ അവൈലബിൾ ആണ്. ഓക്കെ, 3000 തുടങ്ങി നമുക്ക് അവൈലബിൾ ആണ്. കുറെ റേഞ്ച് ഉണ്ട്, 6,000, 5,000 ആ റേഞ്ച് തുടങ്ങിയിട്ട് ഒരു 24,000 റേഞ്ചിൽ നമ്മുടെ. ഓക്കെ, ഈ കാണുന്ന അല്ലേ നമുക്ക് ട്രോളിയുടെ ഒക്കെ സ്റ്റാർട്ടിംഗ് റേഞ്ച് ആണ്. ഓക്കെ, അതിന്റെ വില എങ്ങനെയൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 1,850, 800 റേഞ്ച് വരും. അത്രേ വരുന്നത് വിത്ത് കോർഡ്ലെസ് മൈക്ക്. ഓക്കെ, പിന്നെ ലിമോറിന്റെ തന്നെ വരുന്ന ബ്രാൻഡിങ്ങിൽ വരുന്നതാണ്. ഓക്കെ, ഒരുപാട് മോഡൽസ് ഉണ്ട്. ഇത് സെബ്രോണിക്സിന്റെ മറ്റൊരു മോഡലാണ്. അതുപോലെ ഇതും ട്രോളി സ്പീക്കേഴ്സ് ആണ്. ഇത് സെബ്രോണിക്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പോകുന്ന മോഡലാണ്. അതിന്റെ സ്പെഷ്യാലിറ്റി എന്താ? ഇതിന്റെ മൈക്കൊക്കെ UHF മൈക്കാണ്. UHF മൈക്ക് എന്ന് പറഞ്ഞാൽ അതായത് സാധാ മൈക്കുന്നത് നമ്മൾ ഇങ്ങനെ പിടിച്ചാലേ സംസാരിച്ചാലേ കിട്ടുള്ളൂ. ഇതിനകത്ത് പാട്ട് പാടണക്കാർക്കൊക്കെ ആ ക്വാളിറ്റി കിട്ടും. പിന്നെ ഈ പ്രൊഫഷണൽ മൈക്കില്ലേ, അതൊക്കെ UHF മൈക്കായിരിക്കും. അതായത് ഇതിനകത്ത് ഉപയോഗിക്കണ പ്രൊഫഷണൽ ഉപയോഗിക്കണ അതേ UHF മൈക്കാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് ഈ ലിമോറിന്റെ ഈ മോഡലിനകത്തൊക്കെ UHF മൈക്കാണ്. എല്ലാത്തിലും ഈ UHF VHF എന്ന മൈക്കിന്റെ ഡിഫറൻസ് ഇതാണ്. ഇതാണ് സാധാ നോർമൽ മൈക്ക്, ഇതാണ് UHF മൈക്ക്. വ്യത്യാസമുണ്ട്. പിന്നെ അതിന്റെ ബിൽഡ് ക്വാളിറ്റി വ്യത്യാസമുണ്ട്. ഈ കാണുന്നത് പാർട്ടി സ്പീക്കേഴ്സ് ആണ് കേട്ടോ. പാർട്ടി സ്പീക്കേഴ്സിന്റെ പല പല രീതിയിലുള്ള ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഈ ഒരു ഷോപ്പിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇതെല്ലാം മറ്റൊരു മോഡൽ പാർട്ടി സ്പീക്കറാണ്. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ മനോജ് ചേട്ടാ? അടുത്ത എപ്പിസോഡിൽ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഈ കാണുന്നതും എല്ലാം വ്യത്യസ്തമായിട്ടുള്ള പാർട്ടി സ്പീക്കേഴ്സിന്റെ ഹൈ എൻഡ് പാർട്ടി സ്പീക്കേഴ്സിന്റെ കളക്ഷൻസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇങ്ങോട്ട് വന്നാലും ഇതൊക്കെ എന്താ സംഭവം? അത് ഇതുപോലെ തന്നെ പാർട്ടി സ്പീക്കറാണ്. ഓക്കെ, പാർട്ടി സ്പീക്കേഴ്സ് ആണല്ലേ. ഇതൊക്കെ എന്ത് വിലയിലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒരു 30,000 റേഞ്ച് വരണം. ഓക്കെ, അത്യാവശ്യം വലിയൊരു ഏതൊരു റിസോർട്ടിലോ അല്ലെങ്കിൽ വലിയൊരു ഹാളിലൊക്കെ വെച്ച് വർക്ക് ചെയ്ത് ഒരു വലിയൊരു ഫംഗ്ഷൻ പോലും നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ? ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് പെയർഡ് ആണോ രണ്ടും? ഇത് രണ്ടും സെറ്റ് ആണ് അല്ലേ? ഒന്നിൽ ആംപ്ലിഫയർ വരും, പിന്നെ 2 മൈക്ക് വരുന്നുണ്ട്. മൈക്ക് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ UHF മൈക്ക് തന്നെ. UHF മൈക്ക് അല്ലേ? ആ മൈക്ക് അതിനകത്ത് വരും കരോക്കെ പാടാനായിട്ട്. ഇതോ ഈ ഒരു മോഡലോ? ഇതും അതേപോലെ തന്നെയാണ്. ഇതിൽ 12 ഇഞ്ച് 4 സ്പീക്കർ വരുന്നുണ്ട്. 12 ഇഞ്ചിന്റെ 4 സ്പീക്കർ പെയർ ആയിട്ട് വരുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ വലിയൊരു പാർട്ടി ഹാളിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ എന്ത് പ്രൈസ് റേഞ്ചിലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇതേപോലെ 30 റേഞ്ച് വരുന്നതാണ്. 30,000 രൂപ വരുന്നല്ലേ? അപ്പൊ ഇതിന്റെ സർവീസും ഗ്യാരണ്ടി 1 ഇയർ ഗ്യാരണ്ടി ഉണ്ട്. ഓൺ സൈറ്റ് വാറന്റിയാണ്. സെബ്രോണിക്സിന്റെ ഇതിനകത്ത് കമ്പനി ഓൺ സൈറ്റ് ഷോ അവരുടെ സൈറ്റിൽ പോയി ചെയ്ത് കൊടുക്കും. ഓക്കെ. പിന്നെ ഇവിടെ കൊണ്ടുവന്നാലും അതിനുശേഷം നമുക്ക് സർവീസ് ഒക്കെ ചെയ്യാൻ സാധിക്കും അല്ലേ? ഓക്കെ, ഫൈൻ. അതുപോലെ തന്നെ ഈ ഒരു ഷോപ്പിൽ നമുക്ക് ഈ ഒരു സ്പീക്കേഴ്സും TVസും മാത്രമല്ല ഇവിടെ A to Z കാർ സ്റ്റീരിയോ സിസ്റ്റംസ്, അതുപോലെ പ്രൊജക്ടർ, ഹോം പ്രൊജക്ടേഴ്സ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഓണത്തിന് നമുക്ക് TV വാങ്ങാനായിട്ട് താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും എന്താ പറയുക, നമ്മുടെ ലിമോറിനെ കൺസിഡർ ചെയ്യണം. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള കേരള ബ്രാൻഡ് TV ആണ്. അത് മാത്രമല്ല വളരെ സുതാര്യമായിട്ടുള്ളൊരു സർവീസാണ് നമ്മൾ TVക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ? സുതാര്യമായിട്ടുള്ള സർവീസാണ്. 2 വർഷത്തെ വാറന്റി ഉണ്ട്. ഇവർ 2 വർഷം കഴിഞ്ഞിട്ട് ഒരു 7 വർഷം കഴിഞ്ഞ് ഒരു കംപ്ലൈന്റ് ആയി നിങ്ങൾ ഈ ഒരു TV തിരിച്ചു കൊണ്ടുവന്നാലും ഇവിടെ ഇവരത് റിപ്പയർ ചെയ്ത് ഓക്കെ ആക്കി തരാനുള്ള ആ ഒരു അല്ലെ ഒരു സർവീസ് ഫെസിലിറ്റി ഇവരിവിടെ ഒരുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം 24 ഇഞ്ച് മുതൽ അങ്ങോട്ട് 85 ഇഞ്ച് അല്ലേ, 85 ഇഞ്ച് വരെയുള്ള മോഡൽസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ഓണം തീർച്ചയായിട്ടും മറ്റ് സംസ്ഥാനങ്ങളിലെ മറ്റ് TVകൾ നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് പകരം നമ്മുടെ ലൈമോർ ഞാൻ ഈ ഒരു ഓണത്തിന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുവാണ്. കൂടാതെ ഇതിന്റെ ഫ്രാഞ്ചൈസീസ് ആവശ്യമുള്ള ആളുകൾ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി. അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ മനോജ് ചേട്ടൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യും അല്ലേ? ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അടുത്തൊരു വീഡിയോ അല്ല ഈ ഒരു മോഡേൺ ഇലക്ട്രോണിക്സിന്റെ നെക്സ്റ്റ് എപ്പിസോഡുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ ബൈ ബൈ.